ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുകയാണ്. പഴയ പ്രതാപം കൈവിടാതെ പുതിയ ലോകത്തെ കൈയടക്കാൻ കൂടുതൽ കുതിപ്പുകൾക്കൊരുങ്ങുകയാണ്. ഇപ്പോഴിതാ പ്രവാസികൾക്കേറെ സന്തോഷം നൽകുന്ന വാർത്തയുമായി എത്തിയിരിക്കുകയാണ് കുവൈറ്റ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രവാസികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആശങ്കകൾക്ക് ഇതാ വിരാമം കുറിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണ വ്യാപനത്തിന് പിന്നാലെ നാട്ടിലെത്തിയ പ്രവാസികൾക്ക് നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 60 വയസ്സ് കഴിഞ്ഞവർക്ക് വിസ പുതുക്കി നൽകണമെങ്കിൽ ബിരുദ സർട്ടിഫിക്കറ്റ് വേണമെന്ന പബ്ലിക് മാൻപവർ അതോറിറ്റി ഈ വർഷാദ്യത്തിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന പ്രവാസികൾക്ക് വേണമെങ്കിൽ പുതിയ വിസയിൽ തിരികെ എത്താമെന്ന് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുടുംബസമേതം കുവൈറ്റിൽ താമസിക്കുന്നവർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസകരമാകുന്ന തീരുമാനം കൂടിയാകുന്നു ഇത്. ബിരുദമില്ലാത്ത 60കാർക്ക് വിസ പുതുക്കി നൽകുന്നതിനുള്ള വിലക്ക് കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു. എന്നിരുന്നാൽ തന്നെയും അതിന്റെ ആനുകൂല്യം ഈ കാലയളവിൽ കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചുപോയവർക്ക് ലഭിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ റെസിഡന്റ് അഫയേഴ്സ് വകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി. നിലവിൽ കുവൈറ്റിലുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് വർക്ക് പെർമിറ്റ് പുതുക്കാൻ സാധിക്കുമെങ്കിലും വർക്ക് പെർമിറ്റ് കാലാവധി അവസാനിച്ചതിനാൽ തന്നെ നാട്ടിലേക്ക് തിരിച്ചവർക്ക് അത് വീണ്ടും പുതുക്കാനാവില്ലെന്നായിരുന്നു അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇങ്ങനെ നാട്ടിലേക്ക് മടങ്ങിയവർക്ക് സന്തോഷത്തിന് വക നൽകുന്നതാണ് പുതിയ വിസയിൽ തിരിച്ചെത്താമെന്ന തീരുമാനം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തീരുമാനിച്ച വിസ പുതുക്കൽ വിലക്കിനെ തുടർന്ന് കുറഞ്ഞത് 5000-ലേറെ പ്രവാസികൾ രാജ്യം വിട്ടതായി ഔദ്യോഗിക കണക്കുകൾ ഉദ്ധരിച്ച് അൽഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2021 ജനുവരി 1 മുതൽ ജൂൺ വരെയുള്ള 6 മാസത്തിനിടയിൽ മാത്രം 4013 പേർ വിസ പുതുക്കാനാകാതെ കുവൈറ്റ് വിട്ടതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനുശേഷം കൂടുതൽ പേർ കുവൈറ്റ് വിട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പത്രം വിശദീകരിക്കുകയുണ്ടായി. ഇതിനിടെ വിസ പുതുക്കൽ വിലക്ക് നിലവിൽ വന്ന ജനുവരി 1 ശേഷം വിസ കാലാവധി തീർന്ന 5000-ഓളം പ്രവാസികൾക്ക് താൽക്കാലിക റെസിഡൻസ് പെർമിറ്റ് നൽകിയിരുന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ താൽക്കാലിക താമസ പെർമിറ്റ് ലഭ്യമായവർക്ക് പുതിയ സാഹചര്യത്തിൽ വിസ പുതുക്കാൻ തടസ്സമുണ്ടാവില്ല എന്നതാണ് ആശ്വാസ തീരുമാനം. കൂടാതെ 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികളിൽ ബിരുദമില്ലാത്തവരുടെ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകരുതെന്ന തീരുമാനം ഔദ്യോഗികമായി തന്നെ പിൻവലിക്കുന്നതിന് മാൻപവർ പബ്ലിക് അതോറിറ്റിയുടെ ഡയറക്ടർ ബോർഡ് യോഗം ഈ ആഴ്ച യോഗം ചേരുന്നതാണ്. ബോർഡ് ചെയർമാനും വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ അബ്ദുള്ള അൽ സൽമാന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം അതോറിറ്റി ജനറൽ ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൂസ ഇതുമായി ബന്ധപ്പെട്ട മുൻ ഉത്തരവ് റദ്ദു ചെയ്യുമെന്നാണ് സൂചന. ഡയറക്ടർ ജനറലിന്റെ തീരുമാനം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുവൈറ്റ് മന്ത്രിസഭയ്ക്ക് കീഴിലെ ഫത്വ ആൻഡ് ലെജിസ്ലേഷൻ കമ്മിറ്റി വിസ പുതുക്കാൻ വിലക്ക് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളോ നടപടിക്രമങ്ങളോ പ്രഖ്യാപിക്കൽ മാൻപവർ അതോറിറ്റി ഡയറക്ടർക്ക് അധികാരമില്ലെന്നും അതുകൊണ്ട് തന്നെ 60 കഴിഞ്ഞ പ്രവാസികളുടെ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട് അതോറിറ്റി കൈക്കൊണ്ട തീരുമാനം അസാധുവാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഫത്വ നിയമനിർമ്മാണ സമിതി ഈ തീരുമാനം റദ്ദാക്കിയത്. മന്ത്രിസഭയ്ക്ക് കീഴിലെ നിയമനിർമ്മാണ സമിതി വിസ വിലക്ക് റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും മാൻപവർ അതോറിറ്റിയുടെ നേരത്തെയുള്ള ഉത്തരവ് ഡയറക്ടർ ബോർഡ് യോഗം പിൻവലിച്ചാൽ മാത്രമേ 60 കഴിഞ്ഞ പ്രവാസികളിലെ ബിരുദമില്ലാത്തവർക്ക് വിസ പുതുക്കി നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയുള്ളൂ. വിസ പുതുക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ഓഗസ്റ്റ് 16 നിലവിൽ വന്ന 520 നമ്പർ നിയമമാണ് ഇപ്പോഴും പ്രാബല്യത്തിലുള്ളത്. ഈ നിയമം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ലേബർ ഡിപ്പാർട്ട്മെന്റിന് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇത് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ വിസ പുതുക്കാനുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കുകയുള്ളൂ. അതേസമയം വിലക്ക് പിൻവലിക്കുമെന്നതായതോടെ ആയിരക്കണക്കിന് അപേക്ഷകളാണ് വിസ പുതുക്കലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ലഭിച്ചതെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.